ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എന്നും കുക്കിംഗ് ബ്ലോഗല്ലേ. ഇന്നോർത്തു എൻ്റെ കുറച്ച് ചെടികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന്. ഓക്കെ, അന്നേരം ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാഴച്ചെടിയാണ്. ഇത് വളരെ റെയറായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണിത്. ഇത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് നല്ല പോലെ ഇത് ഉയരം വെക്കും. ഇത് ഏകദേശം ഇതേപോലെ പടർന്നു വന്നിട്ട് ഇതേപോലെ കുലകളായിട്ട് പൂവുണ്ടാവും. അന്നേരം ഈ ചെടി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതേപോലെ പല സ്ഥലങ്ങളിലും നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതാണെന്ന് കരുതി ഞാൻ നട്ടുവെച്ചതാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണിത്, കസ്റ്റേർഡ് ആപ്പിൾ. നമ്മുടെ ആത്തച്ചക്കയെന്നൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവരും പറയുന്നതാണ്. ഇത് കണ്ടോ, പഴുത്ത് വരുമ്പോൾ ഇതുപോലെ വെളുത്ത് വരും. അന്നേരം ആ പരുവമാകുമ്പോൾ നമ്മൾ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഒരുപാട് ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കായ ഉണ്ടായിക്കഴിഞ്ഞാൽ നിറച്ച് കായ ഉണ്ടാകും, ഇടതൂർന്ന് കായ ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല മധുരവുമാണ്, നല്ല സ്വീറ്റാണ്. അതുപോലെ ഞാൻ കുറേ ചെടികളും ഇതുപോലെ പഴവർഗ്ഗങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ കുറച്ച് ബുഷായിട്ട് നിൽക്കുന്ന ചെടികളുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് പെയർ ആപ്പിൾ, അല്ലെ ബെയർ ആപ്പിൾ എന്നൊക്കെ പറയും. ഇതാ പുറകിൽ കാണുന്ന ബെയർ ആപ്പിളിൻ്റെ ചെടിയാണ്. നിറച്ച് കായവും നല്ല ടേസ്റ്റുമാണ്. ഈ കാണുന്നത് നിങ്ങൾക്കറിയാമോ, ഇതിൻ്റെ പേരാണ് നമ്മുടെ മിറക്കിൾ ഫ്രൂട്ട്. ഇത് ക്യാൻസർ, അതായത് കീമോ എടുക്കുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. നാക്കിന് രുചിയില്ലെന്നൊക്കെ പറയുന്നവർക്ക് ഈ ഫ്രൂട്ടിൽ ഒന്ന് കഴിച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്ത് കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കും. അതാണ് മിറക്കിൾ ഫ്രൂട്ടിൻ്റെ കാര്യം. പിന്നെ ഇത് നമ്മുടെ ചെറുനാരകം. ആ നാരകം അതുപോലെ തന്നെ സീസണിൽ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടാകുന്നതാണ്. പിന്നെ ഞാനൊരു ചെടി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നിറച്ച് ഞാൻ ഇതേപോലെ വളച്ച് വെച്ചിട്ട് അതിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. ഏത് സീസണിലും നല്ല പൂവാണ്. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് അലോവേര ചെടികൾ, അത് ഞാൻ എപ്പോഴും എടുക്കുന്നതാണ്. ഒരുപാട് കിളിച്ച് വന്നു. അന്നേരം നല്ലതാണ് ഈ അലോവേര. നമ്മൾ ജ്യൂസിൻ്റെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ ത്വക്ക് സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ് അലോവേര. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു കാക്ടസ് ആണ് അതിൻ്റെ പുറകിലായിട്ട് ഇത് കാണുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ നല്ല മഴയുടെ ഒരു സീസണാണ് ഇപ്പോൾ. അന്നേരം തന്നെ ഇത് കണ്ടോ, ഇത് പേരയാണ്. ഇത് തന്നെ കിളിച്ച് വന്നൊരു പേരയാണ്. ഇത് കണ്ടിട്ട് നല്ല ഏതോ ഒരു ഇതായതുകൊണ്ടാണ് ഞാനിത് കളയാതെ ഇവിടെ നിർത്തിയേക്കുന്നത്. പിന്നെ പേരയുടെ ഇലയും ഡയബറ്റീസുകാർക്കൊക്കെ ഇതിൻ്റെ ഇല പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഡയബറ്റീസുകാർക്കൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വേറൊരു ചെടി കാണിച്ചിട്ട്, ഇതിൻ്റെ ഒന്നും പേരെനിക്ക് നല്ലതുപോലെ അറിയത്തില്ല. ഇതൊരു ലീഫി, നമ്മുടെ ക്രോട്ടൺസൊക്കെ പോലെയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാനിവിടെ നമ്മുടെ ഗേറ്റിനടുത്തായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് കുറേ ബൊഗെയിൻവില്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ യൂഫോബിയ ഒന്നും അങ്ങനെ എല്ലായിടത്തും മാറ്റുകയാണ്. കാരണം അതൊന്നും വളരെ നല്ല ചെടികളല്ല എന്നാണ് അറിയാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ യൂഫോബിയ അധികം ഞാൻ വെക്കുന്നില്ല. പിന്നെ വേറെ കുറേ ഓർക്കിഡ് കളക്ഷൻസ് ഉണ്ട്. അതൊന്നും എനിക്കിപ്പം കാണിക്കാൻ കാരണം ഇപ്പം അതിൻ്റെ അകത്തൊക്കെ പൂവ് കുറവായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അതുപോലെ ഇതെൻ്റെ വേറെ ഒരു അലോവേര ചെടിയാണ്. അതിലേക്ക് ഈ പടർന്ന് കാട് പിടിച്ച് അതെല്ലാം ഞാൻ പറിച്ച് കളഞ്ഞു. പിന്നെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, മൊസാൻഡ്ര എന്ന് പറയുന്ന ഒരു വൈറ്റ് മൊസാൻഡ്രയാണ്. അത് ഏത് സമയവും പൂവാണ്, പൂവില്ലാത്ത ഒരു സമയമില്ല. പിന്നെ ഇത് പർപ്പിൾ കളർ ബൊഗെയിൻവില്ല. ഈ പൂവിൻ്റെ സീസൺ ഇപ്പം കഴിഞ്ഞു. ആക്ച്വലി ഇത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയൊക്കെയാണ് പൂവിൻ്റെ ഒരു സമയം. അത് കഴിഞ്ഞാൽ പിന്നെ പൂ കാണത്തില്ല. ഇതൊരു പർപ്പിൾ കളറിൽ, ഇതും എപ്പോഴും പൂ പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. മഴയൊക്കെ പെയ്ത് നിറച്ച് വെള്ളത്തിൻ്റെ തുള്ളികളുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിലേക്കാണ് മുന്തിരിയുടെ ഇല ഇങ്ങനെ പടർന്നു വന്നത് കയറി പിടിച്ച് കിടക്കുകയാണ്. അന്നേരം മൊസാൻഡ്ര പല കളറുണ്ട്. അത് റെഡും വൈറ്റും കൂടെ ഒരുമിച്ച് വെച്ചാണ്. പിന്നെ ഇതിൻ്റെയും പേര് ഞാൻ മറന്നുപോയി. ഞാൻ ഇനിയും എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി തന്നെ ചെടികളുടെ ഒരിത് കാണിക്കാൻ നേരം വീണ്ടും ഞാൻ കാണിച്ചു തരാം. അതിലെല്ലാം കാട് കയറി കള കയറി കിളിച്ചിരിക്കുകയാണ്. വളരെ നല്ല രസമാണ് അതിൻ്റെ ആ ഒരു ഇലയൊക്കെ കാണാൻ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് അലോവേര വെച്ചിട്ടുണ്ട്. അലോവേര കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു ചട്ടിയിൽ കുറച്ച് തക്കാളിയൊക്കെ ഇങ്ങനെ പാകി, ചുമ്മാ നമ്മൾ വാങ്ങിച്ച തക്കാളി തന്നെ ഇട്ട് പാകിയതാണ്. അത് കിളിച്ചിരിക്കുകയാണ്. പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ ഞാൻ കുറച്ച് ഇഞ്ചി കിളിച്ച് വരുമ്പോൾ അതുകൊണ്ട് ചെടിച്ചട്ടിയിൽ കൊണ്ട് ഇങ്ങനെ വെക്കും. അന്നേരം അതെല്ലാം ഇങ്ങനെ നല്ലതുപോലെ കിളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്.
ഇത് കണ്ട് ഇതൊരു ടൈപ്പ് പച്ചമുളകാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല എരിയുള്ള പച്ചമുളകാണ്. ഇത് ആദ്യം പച്ച കളറിൽ വരും, പിന്നെ ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ്, പിന്നെ ഏറ്റവും അവസാനം പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവന്ന കളറിൽ വരും. ഇതിന് നല്ല എരിവുള്ളൊരു ടൈപ്പ് പച്ചമുളകാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ഒരു ഗാർഡനിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണിത്. കണ്ടോ, ഇത് പഴുത്ത് കഴിഞ്ഞ ഇത് പച്ചമുളകാണിത്. എന്നിട്ട് നല്ല ഒരു എരിവുള്ള ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നല്ല ഇനമാണിത്. അതുപോലെ ഞാൻ കുറേ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം എടുത്ത് മാറ്റി റീപോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വഴുതന ചെടികളുണ്ട്. പിന്നെ ഓർക്കിഡിൽ ഇത് എൻ്റെ പപ്പായ ചെടിയാണിത്. പപ്പായ നിറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം പോയി. ഇത് ഇപ്പോഴെൻ്റെ ഓർക്കിഡ്സിൽ ആകെ ഇതിന് മാത്രമേ പൂവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത്. പിന്നെ തെറ്റി എൻ്റെ കയ്യിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു, അതുപോലെ റെഡ് ഉണ്ട്. ഇപ്പോൾ റെഡിൽ മാത്രമേ പൂവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ 10 മണി ചെടിയെല്ലാം ഞാനിങ്ങനെ ഹാങ്ങിങ് പോട്ടിലാക്കി വെച്ചിരിക്കുകയാണ്, അത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട്. പിന്നെ കുറച്ച് ടട്ടിൽ വൈനുണ്ട്, പിന്നെ അഡീനിയമുണ്ട്. അഡീനിയമൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ അഡീനിയം കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ മുന്തിരി ഇങ്ങനെ പടർത്തി വിട്ടിരിക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണ് കാണിച്ചിട്ടില്ല. പിന്നെ ഈ കാണുന്നത് നമ്മുടെ എന്തുവാണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ മണ്ടയിൽ പടർന്ന് കിടക്കുന്നതാണ് മുന്തിരിയുടെ. അത് സീസണിൽ നല്ലപോലെ കുറേ മുന്തിരി ഉണ്ടാകും. പിന്നെ ഈ ചെടി ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതങ്ങനെയാണ്. കുറേ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അത് നല്ലതുപോലെ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഇത് 10 മണി ഞാൻ ചുമ്മാ തറയിൽ വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ ബൊഗൈൻവില്ല. അന്നേരം എൻ്റെ ചെടി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുപോലെ എല്ലാ കുക്കിംഗ് വ്ളോഗ്സ് നിങ്ങൾ കാണണം. അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ്.